So hello guys, good morning, welcome back to my YouTube channel. Guys, ഞാൻ ഇന്നലെ പ്ലക്കർ മേങ്ങിയെന്ന് പറഞ്ഞിട്ട് അതേ സെക്കൻഡിൽ കട്ടായി. എന്തായതാണെന്ന് അറിയില്ല, ഇവിടെ കട്ടായി. ഞാൻ എത്ര പ്ലക്കറാണ് കട്ടാന്ന് കാണാതാണ് തന്നെ. തൊപ്പിട് എന്താക്കി എവിടെ പോന്ന ടാറ്റാ. കുറച്ച് റൂം ക്ലീനിങ്സ് എല്ലാം ഉണ്ട്. ബട്ട് എന്റെ കുഞ്ഞു തമ്പിക്കുന്നില്ല, അഡ വന്നിട്ട് കടന്നിട്ടുണ്ട്. എങ്ങനെന്താണ് ഞാൻ ബെഡ്ഷീറ്റ് ഇടുന്ന? ഇനി കുഞ്ഞ് ബെഡ്ഷീറ്റ് എല്ലാം വിരിക്കാനായിട്ട് കിടക്കാവാ. ഓക്കെ, ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചായിട്ട് കിടക്കാ. ഇനി ബാക്കി കുഞ്ഞേ. ഗൈസ്, ടൈം നോക്കൂ, 3:30. സ്റ്റിൽ ചോറ് കഴിച്ചിട്ട്, ബിക്കോസ് ചാടിക്ക് മുന്നേ വൈദ്യനി. സോ ഉറങ്ങിയിട്ടെല്ലാം ആയിട്ട് എണിക്കുമ്പോൾ ഇത്ര വൈദ്യ. ഇനിയിപ്പോൾ ചോറ് കഴിക്കണം അത്ര. ചോറ്, മീൻകറി, ക്യാബേജ് വറവ്, ബീട്രൂട്ട് വറവ്, ഇത് കേർഡ്. സൂപ്പർ ടേസ്റ്റി ലഞ്ച്. എന്താക്കുന്നു കുട്ടീസ്? താനു എന്താക്കുന്നു? ഗൈസ്, ഈവനിങ് വ്യൂ. ഗൈസ്, അവിടെ ഒരു പുര കാണുന്ന ആടില്ലേ, എല്ലാം ഉണ്ട്. മീൻസ് അവിടെ പോയെങ്കിലേ മാങ്ങ, പിന്നെ ജാമ്പക്ക, പേരക്ക, അങ്ങനത്തെ എല്ലാ സാധനം ആക്കുന്നു, കൃഷി ആക്കുന്ന പോലെ ഒരു ചോദിച്ചെങ്കിൽ തരൂ. അപ്പോൾ അവിടെ പോയെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയ ഫീൽ. ഒരു ഓൾഡ് ഹൗസ്, അതിൻ്റെ ഉള്ളിൽ ഫുള്ളൊരു ഈ സിനിമയിലെല്ലാം കാണിക്കുന്നല്ലേ ഓൾഡ് ഹൗസ്, ദാറ്റ് കൈൻഡ് ഓഫ് ഹൗസ്. ഇറ്റ്സ് സോ ഗുഡ്, ഫീൽ ഗുഡ്. താൻ അങ്ങോട്ട് പോണ്ട, ബെല്ലോ എമ്മീ പന്നറ് പൂവാട് ഏടെ പോയിട്ട് നിന്നിനെ കുഞ്ഞി ബെല്ലോ ബിയോ വന്നറ് ബാ വന്നറ്. ആര് ചെരുപ്പിട്ടിന്? ഉപ്പാൻ്റെയാ? താനിന് ചെരുപ്പ് കൊടുത്തോ? ഗൈസ്, നല്ല വെയിലും മഴ. നമ്മളിവിടെ പറയുന്ന ഇങ്ങനെ മഴ വന്നാൽ കുറുക്കനും കോഴിക്കും മംഗലമാണ്. അപ്പോൾ നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് കമൻ്റ് ആക്കും. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരി ഉണ്ട. സോ ഞാനിവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. പിന്നെ ഒരു 2 ഗ്ലാസിൻ്റെ അത്ര എടുത്തിട്ടുണ്ട്. ദെൻ ഇതിനെ പൗഡർ ആക്കണം. ഗൈസ്, ആക്ച്വലി അരി നല്ല പൗഡർ ആയിട്ടാണ്. ഐ ഡോണ്ട് നോ വൈ. സോ നോക്കാം, നമ്മൾ ഫസ്റ്റ് കോക്കനട്ട് ചേർക്കാം. ഗൈസ്, ആക്ച്വലി നമുക്ക് തേങ്ങ ചേർക്കാൻ അറിയുന്നില്ല, 50-50 അറിയും. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഗൈസ്, ഫൈനലി ഐ ഡിഡ്. ഗൈസ്, നമ്മൾ ചരിച്ച് വെച്ച തേങ്ങ മിക്സിലിടണം. അരി പൊടിച്ച മിക്സിലിട്ടാൽ മതി.
ഗൈസ് ബെല്ല ആഡ് ആക്കണം. ഇത് സ്ക്വയർ ഷേപ്പിലുണ്ട്, ഞാൻ അതിനെ പൊടിയാക്കിയത്. അപ്പോൾ ചെറുതായിട്ട് പൊടിയാക്കിയിട്ട് മിക്സിയിലിട്ടാൽ മതി. വെള്ളം ചേർക്കാനില്ല. ഓക്കെ ഗൈസ്, ഞാൻ ചരച്ചിട്ട് വെച്ചത് അരച്ചതില്ലേ, ആ മിക്സാണ് ഇത്. പിന്നെ ഇനി ഞാൻ ഇപ്പോൾ അരിപ്പൊടി ചേർക്കൂ. നേരത്തെ നേരാക്കിയിട്ടുണ്ടായിട്ട് ആദ്യം ഞാനായിട്ട് കടിച്ചത്, അപ്പോൾ കുറച്ച് നേരമായി. ഈ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നല്ല മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കാം. ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയാൽ മതി. ഞാൻ റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാണ്ട ഷേപ്പിൽ നിങ്ങൾ എടുക്കാം. ഓക്കെ, സോഫ്റ്റാണ്. ബെല്ലം ഇട്ടെങ്കിൽ സോഫ്റ്റ് ആവും. This is a final output and this is called as Ariunda and one of my favorite dish. So let's enjoy. അപ്പോൾ അരിയുണ്ട ഇഷ്ടമുള്ള ആൾ കോമെൻറ്റിൽ എസ് എന്ന് പറയും. ഓക്കെ, നോക്കാമല്ലോ എത്ര ആൾക്ക് ഇഷ്ടമുണ്ടോ. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാനാക്കിയിട്ടുള്ളതുകൊണ്ട് തീർന്നോട് വന്ന് ഗൈസ് നല്ലതായിട്ടുണ്ട്. സോ നിങ്ങളും ട്രൈ ആക്കിക്കോ ഈവനിങ്ങിന്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം തിന്നാൻ വേണ്ടിയിട്ട്. സോ ഗുഡ് നൈറ്റ്.